ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? നൂറ്റാണ്ടുകൾക്കു മുമ്പ് കണ്ണപ്പൻ എന്ന ഗോത്രത്തലവന്റെ വസതിയായ ഈ പ്രദേശം മെരുക്കപ്പെടാത്ത വനമായിരുന്നു. മഹാകാളിയുടെ തീക്ഷ്ണ ഭക്തനായ കണ്ണപ്പൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവിയുടെ പുണ്യദിനമായ എരുമയെ ബലിയർപ്പിക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠിച്ചു. ഒരു ദിവസം തന്റെ ആചാരത്തിനായി കണ്ണപ്പൻ ഒരു കാളക്കുട്ടിയെ പിടിച്ചു. അവൻ ത്യാഗത്തിന് തയ്യാറായപ്പോൾ അവന്റെ പ്രിയപ്പെട്ട മകൾ പവിഴം ഇടപെട്ടു. കൊല്ലരുത് എന്ന് പറഞ്ഞു. അവളുടെ അഭ്യർത്ഥനകളാൽ പ്രേരിതനായ കണ്ണപ്പൻ പശുക്കിടാവിനെ ഒഴിവാക്കി അവളെ ഒരു വളർത്തുമൃഗമായി വളർത്താൻ അനുവദിച്ചു. ഒരു ദിവസം പാമ്പുകടിയേറ്റ് പവിഴം മരണത്തിന് കീഴടങ്ങി. അതിനുശേഷം അവൻ പശുക്കിടാക്കൾക്ക് വരുത്തിയ വേദന അവനിൽ തിരിച്ചെത്തി. കണ്ണപ്പൻ കാളക്കുട്ടിയെ തിരഞ്ഞു. പകരം അവന്റെ ബലിപീഠത്തിൽ ഒരു തിളങ്ങുന്ന കല്ല് കണ്ടെത്തി. പുരോഹിതൻ ഇത് ഒരു ദൈവിക പ്രകടനമായി വിവേചിച്ചു. കണ്ണപ്പനെ തന്റെ മുൻകാല കർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ദിവസവും പ്രാർത്ഥന നടത്താൻ ഉപദേശിച്ചു. ഒരു ദിവസം പുല്ലുവെട്ടുകാരൻ അബദ്ധത്തിൽ കല്ലിൽ ഇടിക്കുകയും ആ കല്ലിൽ നിന്ന് രക്തം ഒഴുകുകയും ചെയ്തു. പരിഭ്രാന്തരായ ആളുകൾ കല്ലിന്റെ പവിത്രത സ്ഥിരീകരിച്ചുകൊണ്ട് ദൈവിക ഉൾക്കാഴ്ച തേടി. കാലക്രമേണ ഇത് ഒരു പ്രധാന ആത്മീയ